ജോർജ് ചീക്കു പഴമ്പള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തി, ജോർജ് ചീക്കു പഴമ്പള്ളി, അദ്ദേഹം ഒരു ഇമെയിൽ അയച്ചിരുന്നു. അദ്ദേഹത്തിനൊരു മറുപടി, ഡിയർ സർ, ഇമെയിലാണ് അയച്ചത്. എൻ്റെ പേര് ജോർജ് എന്നാണെങ്കിലും ഞാനൊരു ഭാരതീയ സംസ്കാര അനുഷ്ഠാനങ്ങളെ പിന്തുടരുന്ന വ്യക്തിയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായപ്പോൾ ജ്യോതിഷൻ പഠിക്കാൻ തുടങ്ങുകയും ചെയ്തു. കാൽക്കുലേഷൻസ് ഭംഗിയായി പഠിച്ചെങ്കിലും പ്രഡിക്ഷൻസ് ഒരു സ്ഥാനത്ത് നിന്നും കിട്ടിയില്ല. എറണാകുളത്തെ കാർഡ് CARD സെന്റർ ഫോർ അസ്ട്രോളജിക്കൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, എറണാകുളം ജില്ലയിലെ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ആയിരുന്ന ഡോക്ടർ PS നായർ സാറിൻ്റെ കേന്ദ്രമാണ്. അസ്ട്രോളജി പഠിപ്പിക്കുന്ന ഒരു സെന്ററാണ് കാർഡ്. അതിൻ്റെ ഡീറ്റെയിൽ ഇതിനകത്ത് എഴുതിയിട്ടില്ല, അതെനിക്ക് അദ്ദേഹത്തിന് നല്ലോണം അറിയാം. നല്ലൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എറണാകുളത്തെ കാർഡ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരു മെമ്പർ കൂടിയായ ഞാൻ എൻ്റെ മകൻ്റെ വിവാഹം 40 വയസ്സ് കഴിഞ്ഞിട്ട് നടക്കുന്നില്ല. വിവാഹം നടക്കുമോ, നടന്നാൽ തന്നെ എന്ന് നടക്കും, എങ്ങനെയുള്ള കുട്ടിയായിരിക്കും എന്നൊക്കെ അറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. ദയവായി ഇതിന് ഒരു മറുപടി തരണമെന്ന് അപേക്ഷിക്കുന്നു. മകൻ്റെ ജനന തീയതിയും ഡേറ്റും എല്ലാം തന്നിട്ടുണ്ട്. ജോർജിനോട് എനിക്ക് പറയാനുള്ളത്, ജോർജ്, ഈ ഒരു ഗ്രഹവും ഒരു ഭാവവും നമുക്കൊന്നും തരുന്നില്ല. പലപ്പോഴും ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിക്കും എന്നുള്ളത് നമുക്കൊരു എന്താ പറയുക, ഒരു പ്രഡിക്ഷൻ ചാർട്ട് തരികയാണ്, ഒരു മാപ്പ് മാതിരി തരികയാണ്. പക്ഷെ നമ്മൾ ഇതേ രീതിയിൽ ജീവിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നാണ് അതിനകത്ത് ഉള്ള വിവരം. പക്ഷേ അതിൽ വിശ്വാസമുള്ളവർക്ക് അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും പോകാം. പക്ഷേ ജോർജ്, നമ്മളെല്ലാവരും ഓർമ്മിക്കാനുള്ളത്, നമ്മളുടെ ആർജിത കർമ്മബലം, പ്രാരബ്ധ കർമ്മബലം, അതുപോലെ സഞ്ചിത കർമ്മബലം, ഇതിൽ പ്രാരബ്ധ കർമ്മബലം നമ്മൾ ഈ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഈ നിയതി എന്ന് പറയുന്നത്, പ്രകൃതി എന്ന് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ പോയാൽ ഇങ്ങനെയാവും എന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ അല്ല പോയത്, വേറെ രീതിയിൽ പോവുകയാണെങ്കിലോ, അതെൻ്റെ തീരുമാനവും കൂടിയല്ലേ. അപ്പം ഞാൻ വളരെ ശക്തമായ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് വരാം. ശരിക്ക് ഇത്രയധികം കാർഡിലെ മെമ്പർഷിപ്പൊക്കെ ഉള്ള, കാർഡിലെ PS നായരൊക്കെ അവിടെ ഉള്ളപ്പോൾ, ഒന്ന് 7ാം ഭാവാധിപതിയുടെ ദശ അപഹാരം നോക്കുക, ശുക്രന്റെ ദശ അപഹാരം നോക്കുക, അത് സൂര്യാലും നോക്കുക, ലഗ്നാലും നോക്കുക, ചന്ദ്രാലും നോക്കുക. ഭാവം വരച്ച് തന്നെ വേണം, രാശി വെച്ചുകൊണ്ട് നോക്കിയാൽ പോരാ. ഭാവം വരച്ച് നോക്കിയിട്ട് 7ാം ഭാവാധിപതി ആരാണ്, 7ാം ഭാവാധിപതിയിലേക്ക് ദൃഷ്ടിയുള്ളവരാരാണ്, 7ാം ഭാവാധിപതി യോഗം ചെയ്യുന്നവരാരൊക്കെ, ഏതൊക്കെ ഗ്രഹങ്ങളാണ്, അതിലേതൊക്കെ ഉച്ചത്തിലുണ്ട്, നീചത്തിലുണ്ട്, സ്വക്ഷേത്രത്തിലുണ്ട്, അതിൻ്റെ അപഹാരകാലം എപ്പോഴാണ് വരിക, അപഹാരത്തിൽ തന്നെ സ്വാപഹാരം എപ്പോഴാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മകൻ്റെ ജാതകമോ നിങ്ങളുടെ ജാതകമോ ആരുടെയെങ്കിലും ജാതകമൊക്കെ നോക്കുന്നത് നല്ലതാണ്. പക്ഷേ കാലം ഒന്നും അവസാനത്തെ വാക്ക് പറയുന്നതല്ല. അതുകൊണ്ട് ഇത്രയും അധികം മകൻ്റെ കല്യാണത്തിന് വെയിറ്റ് ചെയ്യരുതായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നല്ലൊരു പെൺകുട്ടിയെ ഏത് ധർമ്മത്തിൽ നിന്നാണോ നിങ്ങൾ ഇതായിട്ട് ചെയ്യുന്നത്, അതൊരു 25-26 വയസ്സിൽ തന്നെ തുടങ്ങേണ്ടിയിരുന്നു. ഒരു 27-28 വയസ്സാവുമ്പോൾ മകന് കിട്ടുമായിരുന്നു. അസ്ട്രോളജി അനുസരിച്ചും ഗ്രഹങ്ങൾ അനുസരിച്ചും കല്യാണം നടക്കുന്നത് വരെ കാത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വിവാഹം കഴിക്കാനേ പറ്റില്ല. അത്രയും ബ്ലൈൻഡായിട്ട് നമ്മൾ ഈ വാസ്തുവിദ്യയോ അല്ലെങ്കിൽ ജ്യോതിഷമോ അല്ലെങ്കിൽ പാമിസ്ട്രിയോ ഹസ്തരേഖയോ ആത്മീയത പോലും ഇത്ര ബ്ലൈൻഡായിട്ട് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ വേദത്തിലുള്ളൊരു വരിയുണ്ട് ജോർജ്, അന്ധം തമ പ്രവിശന്തി അവിദ്യാമുപാസതേ തതോ ഭൂയ യുവതേ തമോ യവു വിദ്യായാം രതാഹ. ആരാണോ സയൻസ് കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത്, അവർ കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് പോകുന്നു. അത് തന്നെ സംഭവിക്കുന്നു. ആത്മീയത കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചവർക്കും തതോ ഭൂയ അത് തന്നെ സംഭവിക്കുന്നു. ഇവ തേ തമോ, അതേപോലെ തന്നെ കണ്ണു കാണാൻ പറ്റാത്ത തമസ്സിലേക്ക് സ ഉ വിദ്യായാം രഥാഹ, ആത്മീയത കൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്കും ഇത് തന്നെ സംഭവിക്കുന്നു.
അതുകൊണ്ട് ജോർജ് വളരെ വൈകിപ്പോയി. ജോർജ് ഇനി 1 മിനിറ്റ് വൈകരുത്. അത് മാട്രിമോണിയൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടോ ഇറങ്ങിയിട്ട് ജാതകമൊക്കെ തൽക്കാലം മാറ്റി വയ്ക്കുക. അതവിടെ ഇരിക്കട്ടെ. അതനുസരിച്ച് ജീവിക്കലല്ല, നമ്മളുടെ ജീവിതം അനുസരിച്ച് ജാതകത്തെ പോലും മാറ്റണം. അതുകൊണ്ട് നമ്മൾ ജാതകത്തെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യല്ല വേണ്ടത്. നമുക്ക് അതിനകത്തുള്ള നന്മകൾ എടുക്കാനും അതിനകത്ത് തിന്മകൾ ഉണ്ടെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനുമുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാകാനാണ് ജാതകം. നന്മകളൊക്കെ പെർഫെക്റ്റ്ലി യൂട്ടിലൈസ് ചെയ്യാം, തിന്മകളുണ്ടെങ്കിൽ അത് അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ടല്ലേ ജാതകം. അല്ലാണ്ട് ജാതകം അനുസരിച്ച് ഞാനിങ്ങനെ മുങ്ങാൻ പോകുന്ന കപ്പലിൽ കിടക്കും, ജാതകം അനുസരിച്ച് രക്ഷപ്പെടുമെങ്കിൽ തന്നെത്താനെ രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ് നീന്താതിരിക്കാറുണ്ടോ നമ്മൾ? ഞാൻ വാഹനാപകടത്തിൽ മരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി മേടിക്കാതിരിക്കാറുണ്ടോ ആരെങ്കിലും? എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് അജീർണം വന്നത് ഞാൻ മരിക്കും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കാറുണ്ടോ നമ്മൾ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞു, കണ്ടു, കേട്ടു, അറിഞ്ഞു, കാൽക്കുലേറ്റ് ചെയ്തു. പ്രഡിക്ഷൻ പാർട്ടിയിലൊക്കെ 100% ഇതൊന്നുമില്ല. ചാണക്യൻ BC 330 എഴുതിയ ചാണക്യ നീതിസാരത്തിൽ പറയുന്ന കാര്യം എന്താ അറിയാമോ? ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിലല്ല, നീതിസാരത്തിൽ പറയുന്നത്, ആകാശത്തിരിക്കുന്ന ഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തരുമെങ്കിൽ അപ്പം പിന്നെ ജീവിതത്തിൽ പണിയെടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ലല്ലോ, അത് തരുന്നതും അനുഭവിച്ചുകൊണ്ട് അങ്ങ് ജീവിച്ചാൽ പോരെ എന്ന് പറഞ്ഞിട്ടാണ് നീതിസാരം തുടങ്ങുന്നത് തന്നെ. അപ്പം നമ്മൾ 2330 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണെന്നും കൂടി ഓർക്കണം. 2348 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഗ്രന്ഥമാണ് എന്നുകൂടി ഓർമ്മിക്കണം. നമ്മളിതെല്ലാം അൾട്രാ മോഡേൺ ലോകത്തിൽ ബ്ലൈൻഡായിട്ട് ഇതൊന്നും വിശ്വസിച്ചുകൊണ്ട് പോകരുത്. ജോർജിനോട് ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ജോർജ് ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് പോകാം. ഇതൊന്നും ബ്ലൈൻഡായിട്ട് ആരുടെ അടുത്തും ഫോളോ ചെയ്യാൻ നിർബന്ധിക്കുകയരുത്. അതൊരു മാർഗദർശകം മാത്രമാണ്, അങ്ങനെ എടുക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി ഈ ആഗസ്റ്റ് 15-ാം തീയതിക്കുള്ളിൽ ജോർജിൻ്റെ മകൻ്റെ വിവാഹം നടത്തണം, എന്നെ അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ആശംസകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അറിയിക്കുന്നുണ്ടാവും. പ്രണാമം, നമസ്കാരം.